ഹായ് ഗുഡ് മോർണിംഗ്. ഇത് കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ്. നഴ്സറിയിൽ അത്യാവശ്യം റേറ്റ് ഉള്ള ഈ ഒരു പ്ലാന്റ് മാസങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. അവളെനിക്ക് സ്നേഹത്തോടെ തന്നതാണ്. ഇതിൽ ഈ 2 ലീഫ് മാത്രമേ ഞാൻ കൊണ്ടുവരുന്ന സമയത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ വളവും ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കളറായിട്ടുള്ള ലീഫുകൾ വരുന്നുണ്ട് കേട്ടോ. ഞാനൊരു ലീഫ് പ്ലാന്റ് ലവർ ആയതുകൊണ്ട് തന്നെ ഇതും ഒരു ലീഫ് പ്ലാന്റ് ആണെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇവിടെ കൊടുന്നു വെച്ചത്. ഇപ്പം നല്ല ഫ്രഷ് ലീഫുകളും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലവറും അതിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഗാർഡനിലെ പുതിയൊരു മെമ്പറാണ് കേട്ടോ ഈ പീസ് ലില്ലി. ഇപ്പോൾ ദാ ഒരു പുതിയ ഫ്ലവറും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. പീസ് ലില്ലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഇനി ഒരുപാട് പീസ് ലില്ലി വാങ്ങി വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അടുത്തത് എൻ്റെ ഒരു മെയിൻ ഹാപ്പിനെസ് ആണ് കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകൾ കാണുന്നത്. കാരണം നമ്മൾ നട്ടിട്ടുള്ള പ്ലാന്റ് ചിലപ്പോൾ ഒരു കുഞ്ഞ് തൈ ആയിരിക്കില്ല, അല്ലെങ്കിൽ കുഞ്ഞ് ഒരു ലീഫായിരിക്കും. അതിന്ന് പുതിയ പുതിയ പ്ലാന്റ്സുകൾ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ. കാരണം നമ്മുടെ ഈ ഗാർഡനിലെ അംഗസംഖ്യ കൂടുകയാണല്ലോ. മാസങ്ങൾക്ക് മുന്നേ എൻ്റെ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് കട്ടായി പോയിട്ടോ. ആ സമയത്ത് എനിക്ക് ഒരുപാട് വിഷമം തോന്നിയെങ്കിലും ഇപ്പം ഞാൻ അതാലോചിച്ച് സന്തോഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചതാ. വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ മണ്ണിൽ വെച്ച വേര് വരുമോ നോക്കാൻ വേണ്ടിയിട്ട്. വേര് മാത്രമല്ല പുതിയ മുളകളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ലീഫുകൾ കിട്ടും അല്ലേ. അപ്പോൾ സ്നേക്ക് പ്ലാന്റ് ഈസി മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ ഒരു കഷ്ണം ഒരു ലീഫ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഒരുപാട് പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു പോട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്ലാന്റ് തന്നെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് മുളകളും നമുക്ക് പുതിയതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ചെടി വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഓക്കേ.